ഷന പുത്തൻകോട്ട് ഹിയർ. നമ്മുടെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ നെക്സ്റ്റ് സെഷനാണ്. നമ്മൾ ക്രൈറ്റീരിയൻ റെഫറൻസ്ഡും നോം റെഫറൻസ്ഡും ആണ് ലാസ്റ്റ് പറഞ്ഞത്. നോ വി ആർ മൂവിങ് ഓൺ ടു സം അസസ്മെൻറ്റ്. അസസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇവാലുവേഷൻ തന്നെയാണ്, അസസ് ചെയ്യുകയാണ് അല്ലേ. ഒരു കാര്യം പഠിച്ചതിന് ശേഷം നമ്മൾ അതിനെ അസസ് ചെയ്യുന്നതിനെയാണ് അസസ്മെൻറ്റ് എന്ന് പറയുന്നത്. പലതരത്തിലുള്ള അസസ്മെൻറ്റുകളുണ്ട്. നമുക്ക് ആദ്യം ഒത്തൻറ്റിക് അസസ്മെൻറ്റ് നോക്കാം. ഒത്തൻറ്റിക് അസസ്മെൻറ്റ് എന്ന് പറയുന്നത് ഫോക്കസസ് ഓൺ സ്റ്റുഡൻസ് യൂസിങ് ആൻഡ് അപ്ലൈയിങ് നോളേജ് ആൻഡ് സ്കിൽസ് ഇൻ റിയൽ ലൈഫ് സെറ്റിംഗ്. അതായത് റിയൽ ലൈഫ് സെറ്റിങ്ങിൽ, അവരുടെ ജീവിതത്തിൽ റിയൽ ലൈഫിൽ അല്ലെങ്കിൽ ആ ഒരു കോണ്ടെക്സ്റ്റിൽ തന്നെ അവരുടെ ഒരു കാര്യം അസസ് ചെയ്യുകയാണ്. ഇപ്പോൾ എക്സാം ഒരിക്കലും ഒരു റിയൽ ലൈഫ് സെറ്റിംഗ് അല്ല. നമ്മൾ ഒരു എക്സാമിന് പോയി ഇരുന്ന് അത് എഴുതി അതിൻ്റെ റിസൾട്ട് വരുമ്പോൾ അതൊരിക്കലും ഒത്തൻറ്റിക് അസസ്മെൻ്റ് ആയിരിക്കില്ല. ഇപ്പോൾ ഒരു കുട്ടിക്ക് ഒരു സിറ്റുവേഷൻ കൊടുത്തിട്ട് ആ കുട്ടി ആ സിറ്റുവേഷനെ എങ്ങനെ ബിഹേവ് ചെയ്യുമെന്ന് അങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുകയാണ്. എന്നിട്ട് ആ കുട്ടീനെ അസസ് ചെയ്യുവാണെങ്കിൽ അതൊരു ഒത്തൻറ്റിക് അസസ്മെൻ്റ് ആണ്. സോ ഒത്തൻറ്റിക് അസസ്മെൻ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു റിയൽ ലൈഫ് സിറ്റുവേഷനിലൂടെ കടത്തിവിട്ടിട്ട് കുട്ടി എങ്ങനെയായിരിക്കും അതിനെ ടാക്കിൾ ചെയ്യുന്നത് എന്നത് അസസ് ചെയ്യുന്നതിനെയാണ് ഒത്തൻറ്റിക് അസസ്മെൻ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, യു മൈറ്റ് ഹാവ് സ്റ്റുഡൻസ് ടേക്ക് പാർട്ട് ഇൻ എ സിമുലേഷൻ ഓർ എ റോൾ പ്ലേ ഓഫ് എ സെനേറിയോ. അതായത് ഒരു റോൾ പ്ലേ കൊടുക്കുക. അതായത് ഇപ്പോൾ കുട്ടിയോട് പറയാം നിങ്ങളൊരു ഹോസ്പിറ്റലിലെ ഡോക്ടറാണ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു സിറ്റുവേഷൻ കൊടുക്കുക. അപ്പോൾ കുട്ടി എങ്ങനെയായിരിക്കും ചെയ്യുന്നത് എന്നത് ആ കുട്ടിയുടെ ഒരു ഒത്തൻറ്റിക് അസസ്മെൻ്റ് ആണ്. കാരണം ആ ഒരു സിറ്റുവേഷനിൽ കുട്ടി എങ്ങനെ അത് ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളത് ആ റിയൽ ലൈഫ് സിറ്റുവേഷൻ പോലെ തന്നെ നമ്മൾ കൊടുക്കുമല്ലേ അവിടെ. ഓക്കെ, സോ ദാറ്റ് ഈസ് ഒത്തൻറ്റിക് അസസ്മെൻറ്റ്. ഇനി ഇപ്സേറ്റീവ് അസസ്മെൻറ്റ്. Evaluate an individual's performance or traits in relation to their own previous performance. അതായത് ഞാൻ എൻ്റെ പ്രീവിയസ് പെർഫോമൻസ് വെച്ചിട്ട് ഇപ്പോഴത്തെ പെർഫോമൻസ് അസസ് ചെയ്യുക. അതായത് ഇപ്പം എനിക്ക് സെക്കൻഡ് സെമസ്റ്ററിൽ കിട്ടിയ മാർക്ക് വെച്ചിട്ട് എനിക്ക് തേർഡ് സെമസ്റ്ററിൽ കിട്ടിയ മാർക്കിനെ കമ്പയർ ചെയ്യുക. അപ്പം അങ്ങനെയുള്ള അസസ്മെൻറ്റിനെയാണ് ഇപ്സേറ്റീവ് അസസ്മെൻറ്റ് എന്ന് പറയുന്നത്. വേറെ ആരുടെയും വെച്ചിട്ടല്ല, എൻ്റെ തന്നെ പ്രീവിയസ് മാർക്ക് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുകയാണ്, കമ്പയർ ചെയ്യുകയാണ്. സോ ദാറ്റ് ഈസ് ഇപ്സേറ്റീവ് അസസ്മെൻറ്റ്. ഓക്കെ, ഇനി ചില ഡിസിഷൻ മേക്കിംഗ് ബയസുകളാണ്. നമ്മൾ ഡിസിഷൻ എടുക്കുന്ന സമയത്ത് നമുക്ക് എന്തുണ്ടാവും, ചില ബയസുകൾ ഉണ്ടാവും നമ്മൾ ഡിസിഷൻ എടുക്കുന്നതിൽ. അപ്പോൾ അതെന്തൊക്കെയാണെന്നാണ് നോക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ, കൺഫർമേഷൻ ബയസ്. ഇറ്റ് ക്യാൻ ഹിൻഡർ ഇഫക്റ്റീവ് ഡിസിഷൻ മേക്കിംഗ് ബൈ ലിമിറ്റിംഗ് ദി കൺസിഡറേഷൻ ഓഫ് ഓൾട്ടർനേറ്റീവ് വ്യൂ പോയിൻ്റ് ആൻഡ് എവിഡൻസ്. അതായത് ചില സമയത്ത് നമ്മളൊരു ഡിസിഷൻ എടുക്കുമ്പോൾ നമുക്ക് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള വ്യൂ പോയിൻറ്റുകൾ ഉണ്ടാവും. അതായത് ഇപ്പം ഇതിന് പകരം ഇങ്ങനെ ചിന്തിക്കാം എന്നൊക്കെയുള്ള ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള വ്യൂ പോയിൻറ്റുകൾ ഉണ്ടാവും. പക്ഷെ നമ്മൾ ഒന്നിൽ തന്നെ കൺഫേം ചെയ്യുന്നതുകൊണ്ട് അവിടെ ഒരു ബയസ് ഉണ്ടാവാം അല്ലേ. ഇപ്പം ഞാനൊരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുവാണ്. അപ്പോൾ വേറെയും കുറേ വ്യൂ പോയിൻറ്റുകൾ ഉണ്ടാവും. ഐ എം നോട്ട് കൺസിഡറിങ് ദാറ്റ് വ്യൂ പോയിൻറ്റ്സ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഉണ്ടാവുന്ന ഒരു ബയസാണ് കൺഫർമേഷൻ ബയസ് എന്ന് പറയുന്നത്. അവിടെ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യത്തിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുവാണ്. വേറെ കുറേ ഓപ്ഷൻസ് ഉണ്ടായിട്ടും ഞാൻ അതൊന്നും എടുക്കാതെ ഞാനൊരു കാര്യത്തിൽ വിശ്വസിച്ച് അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നതാണ്. അപ്പോൾ അതൊരു ബയസാണ്. ദാറ്റ് ഈസ് കൺഫർമേഷൻ ബയസ്. രണ്ടാമത്തത് ആങ്കറിങ് ബയസാണ്. ആങ്കർ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ഈ കപ്പലൊക്കെ നങ്കൂര ഇടുക എന്ന് പറയില്ലേ. നങ്കൂര ഇട്ട് കഴിഞ്ഞാൽ കപ്പൽ പിന്നെ അവിടെ നിന്ന് അനങ്ങില്ലല്ലോ, അത്ര സ്ട്രോങ് ആണ്. അപ്പോൾ അതിനെയാണ് ആങ്കറിങ് ബയസ് എന്ന് പറയുന്നത്. അതെന്താണ്, ഇറ്റ്സ് എ ഫിനോമിനൻ വെർ പീപ്പിൾ റിലൈ ടു ഹെവിലി ഓൺ ദ ഫസ്റ്റ് പീസ് ഓഫ് ഇൻഫർമേഷൻ ദേ റിസീവ്. അല്ലേ, ചില ആളുകൾ അവർക്ക് ആദ്യം കിട്ടിയ ഇൻഫർമേഷൻ ഉണ്ടാവുമല്ലോ, ആ ആദ്യം കിട്ടിയ പീസ് ഓഫ് ഇൻഫർമേഷൻ അതിൽ തന്നെ അവർ ഉറച്ചങ്ങ് വിശ്വസിക്കുക. എന്തുപോലെ ഒരു കപ്പൽ നങ്കൂര ഇട്ടതുപോലെ അനങ്ങില്ല. അങ്ങനെയുള്ളത് ാണ് നമ്മൾ ആങ്കറിങ് ബയസ് എന്ന് പറയുക. അതും നമ്മുടെ ഡിസിഷൻ മേക്കിങ്ങിനെ അഫക്റ്റ് ചെയ്യും. ചിലപ്പോൾ ആ ഫസ്റ്റ് ഇൻഫർമേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് ഒത്തിരി ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ ആ ആദ്യം കിട്ടിയ ഇൻഫർമേഷനിൽ തന്നെ അടിയുറച്ച് വിശ്വസിക്കുക, അല്ലെങ്കിൽ അതിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ നിൽക്കുവാണെങ്കിൽ അതെന്ത് തരം ബയസാണ്, ആങ്കറിങ് ബയസാണ്. മറ്റേ കൺഫർമേഷൻ ബയസ് എന്ന് പറയുന്നത് നമ്മൾ മറ്റ് വ്യൂ പോയിൻറ്റുകളൊന്നും എടുക്കാതിരിക്കുന്നതാണ്. ഇവിടെ നമുക്ക് ആദ്യം കിട്ടിയ ഇൻഫർമേഷനിൽ തന്നെ നമ്മൾ പിടിച്ചു നിൽക്കുന്നതിനെയാണ് ആങ്കറിങ് ബയസ് എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മുടെ ഡിസിഷൻ മേക്കിങ്ങിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ് എന്നുള്ള കാര്യവും ഓർക്കുക. ഓക്കെ, നെക്സ്റ്റ് ഈസ് അവൈലബിലിറ്റി ബയസ്. അതെന്താണ്, സജസ്റ്റ് ദാറ്റ് ഡിസിഷൻ മേക്കേഴ്സ് യൂസ് the information that is most readily available to them when making a decision. അവൈലബിലിറ്റി, അതായത് എനിക്ക് ഏറ്റവും അടുത്ത് അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ ഏതാണോ അതെടുക്കുക. അന്നേരം ഞാൻ ബയസ്ഡ് ആവും. അതായത് എനിക്ക് ഇതാണ് കിട്ടിയത്, അപ്പോൾ ഞാൻ അത് വെച്ചിട്ട് എന്ത് ചെയ്യാണ്, ഒരു തീരുമാനത്തിലേക്ക് എത്തുക. ഞാൻ മറ്റുള്ള കാര്യങ്ങളൊന്നും എടുക്കാൻ നോക്കുന്നില്ല. കാരണം അത് എനിക്ക് ഏറ്റവും അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് ഇതാണ്. അപ്പോൾ ഞാൻ അത് വെച്ചിട്ട് എന്ത് ചെയ്യുക, ഒരു തീരുമാനത്തിലേക്ക് എത്തുക. അവിടെയും എന്ത് പറ്റാം, ഒരു ബയസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, പക്ഷഭേദം ഉണ്ടാവാൻ സാധ്യതയുണ്ട്.
ഇനി ഹൈൻസൈറ്റ് ബയസ് അതെന്താണ്? സൈക്കോളജിക്കൽ ഫെനോമിനൻ ഇൻ വിച്ച് വൺ ബിക്കംസ് കൺവിൻസ് ദേ അക്യുറേറ്റ്ലി പ്രഡിക്റ്റഡ് എൻ ഈവൻ ബിഫോർ ഇറ്റ് ഒക്കേർഡ്. അതായത് ചില സമയത്ത് ഇത് ഞാൻ മുന്നേ തന്നെ വിചാരിച്ചതായിരുന്നു, അങ്ങനെ വിശ്വസിക്കുന്നതാണ്. അതായത് എനിക്കിത് മുന്നേ അറിയാമായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഈ ഡിസിഷൻ എടുത്തത്. അതും ഒരു ബയസാണ്. അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. അതായത് എനിക്കിത് നേരത്തെ അറിയാമായിരുന്നു ഇങ്ങനെ സംഭവിക്കുള്ളത്, അതുകൊണ്ടല്ലേ ഞാൻ അങ്ങനെ ചെയ്തത് എന്ന് പറയുന്നതാണ് ഹൈൻസൈറ്റ് ബയസ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ഓവർ കോൺഫിഡൻസ് ബയസ് എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് എ ടെൻഡൻസി ടു ഹാവ് മോർ കോൺഫിഡൻസ് ഇൻ ജഡ്ജ്മെൻറ്റ് ആൻഡ് ഡിസിഷൻ ദാൻ വി ഷുഡ് ബേസ്ഡ് ഓൺ പ്രോബബിലിറ്റി. അതായത് പ്രോബബിലിറ്റി അനുസരിച്ച്, അതായത് ഇങ്ങനെയാണ് വരിക എന്ന് നമുക്ക് പ്രോബബിലിറ്റി അനുസരിച്ച് അറിയാം. പക്ഷെ നമ്മളൊരു ഓവർ കോൺഫിഡൻസിൽ അതെന്തെങ്കിലും ആയിക്കോട്ടെ എനിക്കിതിൽ കോൺഫിഡൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഡിസിഷൻ എടുക്കുക. പക്ഷേ പ്രോബബിലിറ്റി വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെ സംഭവിക്കാനാണ് സാധ്യത. പക്ഷെ ഞാൻ അങ്ങ് ഓവർ കോൺഫിഡൻസിൽ പറയുവാണ് എന്താണ്, ഇതിങ്ങനെ വരുള്ളൂ, എനിക്കറിയാം ഇങ്ങനെ പറ്റുള്ളൂ, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെയാണ് ഡിസിഷൻ എടുക്കുന്നത് എന്ന് ഭയങ്കര കോൺഫിഡൻസ് നമ്മൾ എന്ത് ചെയ്യുവാണ്, പ്രോബബിലിറ്റീനെയൊക്കെ തള്ളിക്കളഞ്ഞ്, അതായത് ഇങ്ങനെയാണ് വരാൻ സാധ്യതയുള്ളതെന്ന് അറിഞ്ഞിട്ട് കൂടി എനിക്കൊരു ഓവർ കോൺഫിഡൻസ് വരികയാണ്, ഞാൻ എന്ത് ചെയ്യുവാണ്, എന്നിട്ട് ആ ഒരു ഡിസിഷൻ എടുക്കുവാണ്. അതാണ് ഓവർ കോൺഫിഡൻസ് ബയസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ബിലീഫ് പെർസിവറൻസ് ഇസ് എ ടെൻഡൻസി ടു ഹോൾഡ് ഓൺ എ ബിലീഫ് ഇൻ ദ ഫേസ് ഓഫ് കോൺട്രഡിക്ടറി എവിഡൻസ്. അതായത് ചില സമയത്ത് നമുക്ക് അതായത് അതിൻ്റെ എവിഡൻസ് നേരെ തിരിച്ചാണെങ്കിലും നമുക്ക് ചില കാര്യങ്ങളിൽ വിശ്വാസം ഉണ്ടാവും, അല്ലേ? നമ്മൾ പറയില്ലേ, അതായത് ഇപ്പം അതിൻ്റെ എവിഡൻസ് ഒക്കെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും, പക്ഷെ എന്നാലും നമ്മൾ എന്താ പറയുക, എനിക്കത് വിശ്വാസമാണ്, അല്ലേ? ചില ആളുകളിപ്പം ചില പ്രൂഫൊന്നും ഇല്ലാത്ത ചില കാര്യങ്ങളുണ്ട്, അതിലവർ എനിക്കിതെന്താണെങ്കിലും വിശ്വാസമാണ്. അപ്പോൾ അവർ പറയും ഇത് എന്നിട്ട് ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ട് ഇങ്ങനെ സംഭവിച്ചല്ലോ, അപ്പോൾ എന്നിട്ട് എന്താ നിങ്ങളിതിൽ വിശ്വസിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കെന്തോ വിശ്വാസമാണ് എന്ന് നമ്മൾ ചില ആൾക്കാർ അങ്ങനെ പറയുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു ഡിസിഷൻ എടുക്കുന്നതിനെയാണ് ബിലീഫ് പെർസിവറൻസ് എന്ന് പറയുന്നത്. നമ്മൾ ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് എടുക്കുന്ന തീരുമാനമാണ് അത്. നമുക്ക് ചിലപ്പോൾ ഈ തീരുമാനം തെറ്റാണെന്നുള്ളത് നമുക്കറിയായിരിക്കും, പക്ഷെ എന്നാലും എന്താണ്, നമുക്കത് വിശ്വാസമാണ്. ഓക്കെ, അതിന് എവിഡൻസ് ഒന്നും ഉണ്ടാവില്ല, അതായത് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇത് ശരിയാവും എന്നുള്ള എവിഡൻസ് ഒന്നുമില്ല. ചിലപ്പോൾ ഇതിങ്ങനെ ചെയ്തു കഴിഞ്ഞിട്ട് തെറ്റിപ്പോയ എവിഡൻസുകൾ നമ്മുടെ കയ്യിലുണ്ടാവും, പക്ഷെ എന്നാലും എന്താണ്, എനിക്കിത് വിശ്വാസമാണ്, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, അല്ലെങ്കിൽ ഞാൻ ഈ ഡിസിഷൻ എടുക്കുന്നു. അതാണ് ബിലീഫ് പെർസിവറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തൊരു കോൺസെപ്റ്റാണ് ഫ്ലിപ്ഡ് ക്ലാസ് റൂം എന്ന് പറയുന്നത്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന ഒരു കോൺസെപ്റ്റാണ് ഫ്ലിപ്ഡ് ക്ലാസ് റൂം എന്ന് പറയുന്നത്. എന്താണ് ഫ്ലിപ്ഡ് ക്ലാസ് റൂം? ഫ്ലിപ്ഡ് ക്ലാസ് റൂം എന്ന് പറയുന്ന ഒരു മോഡേൺ കോൺസെപ്റ്റാണ്. 2007 ശേഷമാണ് ഇത് ഭയങ്കര ഫെമിലിയർ ആയി തുടങ്ങിയത്. ഹിയർ ടീച്ചേഴ്സ് റെക്കോർഡ് ദെയർ ലെക്ചേഴ്സ് ആൻഡ് ഷെയർ ദം വിത്ത് സ്റ്റുഡൻസ്. ടീച്ചേഴ്സ് അവരുടെ ലെക്ചേഴ്സ് റെക്കോർഡ് ചെയ്തിട്ട് കുട്ടികളുമായിട്ട് ഷെയർ ചെയ്യും. ഓക്കെ, ടീച്ചർ ഷെയർസ് ദ ലിങ്ക് ഫോർ വീഡിയോ ലെക്ചേഴ്സ് വിത്ത് സ്റ്റുഡൻസ് ആൻഡ് ദേ വാച്ച് ദീസ് അറ്റ് ദെയർ ഓൺ പേസ് അറ്റ് ഹോം. അതായത് ടീച്ചേഴ്സ് ഇവിടെ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്താണോ പഠിപ്പിക്കാനുള്ളത് അവരത് റെക്കോർഡ് ചെയ്തിട്ട് അവരെന്ത് ചെയ്യും, അതിൻ്റെ ലിങ്ക് കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ കുട്ടികൾക്ക് എന്ത് ചെയ്യാം, അവർക്ക് ഇഷ്ടമുള്ള സമയത്ത് അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള സമയങ്ങളിലായിട്ട് അത് കണ്ടു തീർക്കാം. അപ്പോൾ അങ്ങനത്തെ ഒരു സംവിധാനത്തിനെയാണ് ഫ്ലിപ്ഡ് ക്ലാസ് റൂം എന്ന് പറയുക. 2007 ശേഷമാണ് ഇതെന്തായത്, പോപ്പുലർ ആയത് എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കുക. ഇതൊരു മോഡേൺ കോൺസെപ്റ്റ് ആണെന്നുള്ളത് മനസ്സിലാക്കുക. കാരണം 2007 ശേഷമാണിത് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട് ഇത്. ഇനി കുറച്ച് ലേണിംഗ് ഡിസോർഡറുകളാണ്. ഇതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. കാൽക്കുലിയ എന്ന് പറയുമ്പോൾ തന്നെ സംതിങ് റിലേറ്റഡ് ടു കാൽക്കുലേഷൻ, മാത്സ്. അപ്പോൾ മാത്സ് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ഇതൊരു കണ്ടീഷനാണ്. ഡിസോർഡർ ആകുമ്പോഴാണ്. ഇപ്പോൾ മാത്സ് ഇഷ്ടമില്ലാത്തവരൊന്നും ഈ ഡിസോർഡർ അല്ല കേട്ടോ അത്. ഇപ്പോൾ എനിക്ക് മാത്സ് ചെയ്യാൻ ഇഷ്ടമില്ല, അതിൻ്റെ അർത്ഥം എനിക്ക് ഡിസ്കാൽക്കുലിയ ഉണ്ടെന്നല്ല. മാത്സ് ഒട്ടും ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷനെയാണ് നമ്മൾ ഡിസ്കാൽക്കുലിയ എന്ന് പറയുക. അരിത്മെറ്റിക്കൽ ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ട് നേരിടുന്ന ആ ഒരു കണ്ടീഷനെയാണ്, ആ ഒരു ലേണിംഗ് ഡിസബിലിറ്റീനെയാണ് നമ്മൾ ഡിസ്കാൽക്കുലിയ എന്ന് പറയാം. ഇനി ഡിസ്ഗ്രാഫിയ എന്ന് പറയുന്നത് ഹാൻഡ് റൈറ്റിങ്ങുമായി ബന്ധപ്പെട്ട ഒരു ഡിസോർഡറാണ്. ഇൻകൺസിസ്റ്റൻറ്റ് സ്പേസിങ്, അതായത് ചിലപ്പം വാക്കുകൾക്കിടയിലുള്ള സ്പേസ് പ്രോപ്പർ അല്ലാതിരിക്കുക. പിന്നെ ഈ പറയുന്ന പോലെ സ്പെല്ലിങ് തെറ്റിപ്പോവുക. അപ്പോൾ ഗോഡ് എന്ന് എഴുതുന്നിടത്ത് ഡോഗ് എന്നൊക്കെ എഴുതി കളയുക. അതൊക്കെ എന്താണ്, ഡിസ്ഗ്രാഫിയാണ്. നമ്മൾ താരെ ജമീൻ പറിൽ ആ കുട്ടിക്ക് പറയുന്ന ഒരു ലേണിംഗ് ഡിസോർഡർ ആണല്ലേ. അപ്പോൾ ഇതേപോലെ കുറേ ലേണിംഗ് ഡിസോർഡേഴ്സ് ഉണ്ട്. ഇനി ഡിസ്ലെക്സിയ, പ്രോബ്ലംസ് ഇൻ റീഡിങ് ലൈക്ക് ഇൻ റെക്കഗ്നൈസിങ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ലെറ്റേഴ്സ് ആൻഡ് വേർഡ്സ്, ലോ ഫ്ലുവൻസി. ഇത് നമ്മൾ വായനയിൽ ഉണ്ടാവുന്ന പ്രശ്നമാണ് അല്ലേ. ചില ആളുകൾക്ക് വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുക, ഫ്ലുവൻസി കുറയുക അല്ലേ, സംസാരം ഇങ്ങനെ പ്രോപ്പർ അല്ലാതിരിക്കുക. ഇതൊക്കെയാണ് ഡിസ്ലെക്സിയയുടെ ലക്ഷണങ്ങൾ. ഓക്കെ,
പിന്നെ അതുപോലെ തന്നെ ഡിസ്ഫേഷ്യ ഓർ അഫേഷ്യ, പ്രോബ്ലംസ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് എ സ്പോക്കൺ ലാംഗ്വേജ്, ഒരു ഭാഷ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു കണ്ടീഷനെയാണ് ഡിസ്ഫേഷ്യ ഓർ അഫേഷ്യ എന്ന് പറയുന്നത്. ഇതെല്ലാം ലേണിംഗ് ഡിസോർഡർ ആണ്. ഇതൊരു പ്രോബ്ലം ആവുമ്പോഴാണ് ഡിസോർഡർ എന്ന് പറയുന്നത്. ചെറിയ തോതിൽ ഇതൊക്കെ ആളുകളിൽ ഉണ്ടാവും, അതെന്തല്ല ലേണിംഗ് ഡിസോർഡർ അല്ല എന്നുള്ള കാര്യവും കൂടെ മനസ്സിലാക്കുക. ഓക്കെ, ഐ ഹോപ്പ് ദാറ്റ്സ് ക്ലിയർ. ഇനിയാണ് നമ്മൾ മെമ്മറി എന്ന് പറയുന്ന, ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് മെമ്മറി റിലേറ്റഡ് ആയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പോൾ എന്താണ് മെമ്മറി, ഏതൊക്കെ ടൈപ്പ് മെമ്മറിയാണ് ഉള്ളതെന്ന് നോക്കാം. രണ്ട് തരം മെമ്മറിയാണ് നമുക്കുള്ളത്, ഷോർട്ട് ടേം മെമ്മറിയും ലോങ് ടേം മെമ്മറിയും. ഇനി ഷോർട്ട് ടേം മെമ്മറി എന്ന് പറയുന്നത്, ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്ത് ഒരു നമ്പർ പറയാണ്, ഒരു ഫോൺ നമ്പർ, അപ്പോൾ അത് ഷോർട്ട് ടേം മെമ്മറിയിലായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. നമ്മുടെ ബ്രെയിൻ എല്ലാ കാര്യങ്ങളും എപ്പോഴെപ്പോഴും ഓർത്തിരിക്കില്ല, കാരണം നമ്മുടെ ബ്രെയിന് എല്ലാ കാര്യങ്ങളും നമുക്ക് ആവശ്യമില്ലല്ലോ. അപ്പം ആദ്യം ഒരു കാര്യം കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ എന്ത് ചെയ്യും, അത് ഷോർട്ട് ടേം മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് വെക്കും. അതായത് നമ്മൾ ആദ്യം കേൾക്കുന്ന എല്ലാ സാധനങ്ങളും ഷോർട്ട് ടേം മെമ്മറിയിലാണ്. ഈ ഷോർട്ട് ടേം മെമ്മറി എന്ന് പറയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അത് ഇറേസ് ആയി പോകും. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഒരു ഷോർട്ട് ടേം മെമ്മറിയെ ലോങ് ടേം മെമ്മറി ആക്കുക? അതായത് നമ്മൾ ഇത് റിപ്പീറ്റഡ് ആയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിന് മനസ്സിലാവും, ഓക്കെ ഇവനിത് എപ്പോഴെപ്പോഴും ഉപയോഗിക്കുന്നുണ്ടല്ലോ, അപ്പോൾ ഇവനിത് വീണ്ടും ആവശ്യമുള്ളതാണ്, അപ്പോൾ ഒരു കാര്യം ചെയ്തേക്കാം, ലോങ് ടേം മെമ്മറിയിലേക്ക് പ്ലേസ് ചെയ്തേക്കാം. അങ്ങനെയാണ് നമ്മുടെ കാര്യം. നമുക്ക് വീണ്ടും വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് ചില കാര്യങ്ങൾ എവിടേക്ക് പോവും, ലോങ് ടേം മെമ്മറിയിലേക്ക് പോകും. അപ്പോൾ ഷോർട്ട് ടേം മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത കാര്യങ്ങൾ കുറച്ച് കഴിയുമ്പോൾ ഇറേസ് ആയി പോകും. അതിനെ നമുക്ക് ലോങ് ടേം മെമ്മറിയിലേക്ക്, ഒരു പെർമനൻ്റ് ആയിട്ട് കുറേ നാളത്തേക്ക് ഓർത്തിരിക്കാൻ പാകത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ നമ്മളത് റിപ്പീറ്റഡ് ആയിട്ട് ഉപയോഗിച്ച് കഴിയുമ്പോൾ എന്താവും, ലോങ് ടേം മെമ്മറിയിലേക്കാവും. ഓക്കെ, അപ്പോൾ അതാണ് ഷോർട്ട് ടേം മെമ്മറിയും ലോങ് ടേം മെമ്മറിയും. ഇനി നമുക്ക് ഷോർട്ട് ടേം മെമ്മറി എന്തൊക്കെ ടൈപ്പാണെന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ ഐഡക്റ്റിക് മെമ്മറിയാണ്, ഫോട്ടോഗ്രാഫിക് മെമ്മറിയാണ്. ഇതൊരു തരത്തിലൊരു ഫോട്ടോഗ്രാഫിക് മെമ്മറിയാണ്. അതായത് നമ്മൾ ചില സീനുകൾ അതങ്ങ് കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ കുറച്ച് നേരത്തേക്ക് നമ്മുടെ മൈൻഡിൽ ആ പിക്ചർ ഇങ്ങനെ ഉണ്ടാവും അല്ലേ. ചില ഇൻസിഡൻസ് നമ്മളിങ്ങനെ പറയില്ല, അയ്യോ അത് എനിക്ക് എൻ്റെ കണ്ണിൽ നിന്ന് അത് പോകുന്നില്ല എന്നൊക്കെ പറയില്ലേ, അതിനെയാണ് നമ്മൾ ഐഡക്റ്റിക് മെമ്മറി എന്ന് പറയുന്നത്. അതിങ്ങനെ അതേപോലെ തന്നെ കുറേ വർഷങ്ങളോളം നിൽക്കണമെന്നില്ല. അപ്പോൾ ചില സാധനങ്ങൾ നമ്മളൊരു കാര്യം കണ്ട് നമ്മൾ ഷോക്കിൽ നമ്മൾ ആ സാധനം വീണ്ടും നമ്മുടെ മൈൻഡിലേക്ക് ആ പിക്ചർ ഇങ്ങനെ വരും. അതിനെയാണ് നമ്മൾ ഐഡക്റ്റിക് മെമ്മറി അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫിക് മെമ്മറി എന്ന് പറയാം. പീപ്പിൾ ക്യാൻ കണ്ടിന്യൂ ടു സീ ഇമേജ് ഇൻ ദെയർ മൈൻഡ്സ് ഐ, അല്ലേ, അവരുടെ മനക്കണ്ണിൽ അവർക്ക് ആ കാഴ്ച വീണ്ടും കാണാൻ പറ്റും. ഈവൻ ആഫ്റ്റർ ദി ആക്ച്വൽ ഇമേജ് ഹാസ് ഡിസപ്പിയർഡ്, ആ ശരിക്കുള്ള ഇമേജ് അവിടെ നിന്ന് പോയിട്ടുണ്ട്, പക്ഷേ നമ്മുടെ മനക്കണ്ണിൽ നമുക്ക് വീണ്ടും ആ പിക്ചർ ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഇറ്റ് ഈസ് പ്രൈമറിലി യൂട്ടിലൈസ്ഡ് ബൈ ചിൽഡ്രൻ, കുട്ടികളാണ് ഇത് കൂടുതലും യൂട്ടിലൈസ് ചെയ്യുന്നത്. ഇനി ഇത് കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പോവും. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഷോർട്ട് ടേം മെമ്മറിയിൽ പ്ലേസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഷോർട്ട് ടേം മെമ്മറിയിലെ ഒരു കാറ്റഗറി എന്താണ്, ഐഡക്റ്റിക് മെമ്മറിയാണ്. അതൊരു ഫോട്ടോഗ്രാഫിക് മെമ്മറിയാണ്, അല്ലെങ്കിൽ ഒരു പിക്ചർ പോലെ നമ്മുടെ മനസ്സിലേക്ക് കുറച്ച് നേരത്തേക്ക് നമ്മൾ കണ്ടുപോയ കാര്യം കുറച്ച് നേരത്തേക്കും കൂടി നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തങ്ങി നിൽക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്, ഐഡക്റ്റിക് മെമ്മറി എന്ന് പറയുന്നത്. അതൊരു ഷോർട്ട് ടേം മെമ്മറി ആണെന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. ഇനിയാണ് ലോങ് ടേം മെമ്മറി. ലോങ് ടേം മെമ്മറി എന്ന് പറയുമ്പോൾ കുറച്ച് നാളത്തേക്ക് സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ് അല്ലേ. നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ഒരു കാര്യം യൂസ് ചെയ്യുമ്പോഴാണ് ഷോർട്ട് ടേം മെമ്മറിയിൽ നിന്ന് അത് ലോങ് ടേം മെമ്മറിയിലേക്ക് വരിക എന്നുള്ളതും നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇനി ലോങ് ടേം മെമ്മറി ഏതൊക്കെ ടൈപ്പാണ്, അതിൻ്റെ സബ് ഡിവിഷൻസ് ഒക്കെ നോക്കാം. അപ്പോൾ ലോങ് ടേം മെമ്മറി രണ്ട് തരമാണുള്ളത്, എക്സ്പ്ലിസിറ്റും ഇംപ്ലിസിറ്റും. ഓക്കെ, എക്സ്പ്ലിസിറ്റ് ലോങ് ടേം മെമ്മറി എന്ന് പറയുന്നത് നമ്മൾ കോൺഷ്യസ് ആയിട്ട് റീകോൾ ചെയ്യാണ്, ഒരു കാര്യം ഞാൻ ബോധപൂർവം ഓർക്കാൻ ശ്രമിക്കുന്നതിനെയാണ് എക്സ്പ്ലിസിറ്റ് ലോങ് ടേം മെമ്മറി എന്ന് പറയുക. അതായത് എനിക്കൊരു കാര്യം ഓർക്കണം, അപ്പോൾ ഞാൻ എക്സാമിന് ഒരു എസ്സേ കാണാതെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ സ്റ്റഡി ലീവിന് അല്ലെങ്കിൽ ഞാൻ എക്സാമിന് മുന്നേ ആയിട്ട് ഒരു എസ്സേ കാണാതെ പഠിച്ചു. എക്സാമിന് ആ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഞാനത് കോൺഷ്യസ്ലി ആണ് എന്ത് ചെയ്യുന്നത്, റീകോൾ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള മെമ്മറിയാണ്, അത്തരത്തിലുള്ള ലോങ് ടേം മെമ്മറിയാണ് ഞാൻ എക്സ്പ്ലിസിറ്റ് ലോങ് ടേം മെമ്മറി എന്ന് പറയാം. ഓക്കെ, അപ്പോൾ എക്സ്പ്ലിസിറ്റ് ലോങ് ടേം മെമ്മറിയെ ഡിക്ലറേറ്റീവ് മെമ്മറി എന്നും വിളിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ എക്സ്പ്ലിസിറ്റ് ലോങ് ടേം മെമ്മറി രണ്ട് ടൈപ്പാണ്. അതിൽ ഒരെണ്ണം എപ്പിസോഡിക് ആണ്, അതായത് ഞാൻ ഓരോ എപ്പിസോഡായിട്ട് അത് ഓർത്തിരിക്കുക. അപ്പം ഒരു ഈവൻറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എവിടെ വെച്ചാണ്, എപ്പോഴാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് ഞാനത് ഓർത്തെടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ, ഇപ്പം നമ്മളടുത്ത് ഒരാൾ ചോദിക്കുവാണ്, അന്ന് ആ അപകടം സംഭവിച്ച സമയത്ത് നിങ്ങൾ എത്ര മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്, അന്ന് അങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ എന്താണ് അത് കോൺഷ്യസ്ലി ഓർത്തെടുക്കാൻ ശ്രമിക്കുകയാണ്. ഞാൻ 8 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി, എന്നിട്ട് എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചു, എന്നിട്ട് ഓട്ടോയിൽ കയറി, അങ്ങനെ നമ്മൾ ഓർത്തെടുക്കുകയാണ്. അതിനെയാണ് എപ്പിസോഡിക് മെമ്മറി എന്ന് പറയുക. ഇത് എന്ത് തരം മെമ്മറി തന്നെയാണ്, എക്സ്പ്ലിസിറ്റ് ലോങ് ടേം മെമ്മറി തന്നെയാണ് എന്നുള്ള കാര്യം ഓർക്കുക.
അടുത്തതാണ് സെമാൻറ്റിക് മെമ്മറി. നമ്മൾ ജനറൽ നോളജൊക്കെ, അതായത് ഇപ്പോൾ ഒരു കൺട്രിയുടെ ക്യാപിറ്റൽ, പിന്നെ ഒരു രാജ്യത്തിൻ്റെ പ്രൈം മിനിസ്റ്റർ, പ്രസിഡൻറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കുന്നതിനെയാണ് സെമാൻറ്റിക് മെമ്മറി എന്ന് പറയുക. ഓക്കെ, ജനറൽ നോളജൊക്കെ പൊതുവേ നമ്മൾ ഇങ്ങനെയുള്ള ഫാക്റ്റുകളൊക്കെ ഓർത്തെടുക്കുന്നത്, അതും കോൺഷ്യസ്ലി അല്ലേ ഓർത്തെടുക്കുന്നത്. അപ്പോൾ അതിനെയാണ് നമ്മൾ സെമാൻറ്റിക് മെമ്മറി എന്ന് പറയുക. അപ്പോൾ നമ്മൾ ലോങ് ടേം മെമ്മറി, എക്സ്പ്ലിസിറ്റ് മെമ്മറി എന്ന് പറഞ്ഞു. എക്സ്പ്ലിസിറ്റ് എന്ന് പറയുമ്പോൾ കോൺഷ്യസ്ലി റീകോൾ ചെയ്യുന്നതാണെന്ന് പറഞ്ഞു. എക്സ്പ്ലിസിറ്റ് മെമ്മറി രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് എപ്പിസോഡിക് മെമ്മറി, നമ്മൾ ഓരോ എപ്പിസോഡായിട്ട് ഓർത്തിരിക്കുക. പിന്നെ സെമാൻറ്റിക് മെമ്മറി, ഫാക്റ്റുകൾ റീകളക്ട് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് ഇംപ്ലിസിറ്റ് ലോങ് ടേം മെമ്മറിയാണ്, അഥവാ നോൺ ഡിക്ലറേറ്റീവ്. ഇത് നമ്മൾ അൺകോൺഷ്യസ് ആയിട്ട് ഓർക്കുന്നതാണ്. നമ്മൾ എഫേർട്ട്ലെസ് ആയിട്ട് നമ്മളിത് ഓർക്കണം എന്ന് വിചാരിച്ച് ഓർക്കുന്നതല്ല, നമ്മൾ അറിയാതെ ഇത് അങ്ങ് ഫ്ലോയിൽ ചെയ്തു പോകുന്ന ചില കാര്യങ്ങളുണ്ട്. അത് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, പ്രൊസീജറൽ. ഇപ്പം നമ്മളൊരു കാറ് ഡ്രൈവ് ചെയ്യുന്നത്, നമ്മൾ കുറേ നാളായിട്ട് കാറ് ഡ്രൈവ് ചെയ്യുന്ന ആളാണെന്ന് വിചാരിച്ചോ. അപ്പോൾ നമ്മൾ കാറ് ഡ്രൈവ് ചെയ്യുമ്പോൾ ആദ്യം ഇങ്ങനെ എന്താണ് ക്ലച്ച് ചവിട്ടുക, ഗിയർ മാറ്റുക, ഇങ്ങനെയുള്ളതൊന്നും നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓർത്തിട്ടല്ല ചെയ്യണത് അല്ലേ. അതെന്താണ്, ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്നതാണ്, എഫേർട്ട്ലെസ്ലി സംഭവിക്കുന്നതാണ്. അപ്പോൾ അതെന്താണ്, ഇംപ്ലിസിറ്റ് ലോങ് ടേം മെമ്മറിയാണ്. അതിൽ തന്നെ പ്രൊസീജറൽ മെമ്മറിയാണ് എന്നുള്ള കാര്യം ഓർക്കുക. ഓക്കെ, അടുത്തത് ഇമോഷണൽ കണ്ടീഷനിങ് ആണ്. ഓക്കെ, അടുത്തൊരു ഇംപ്ലിസിറ്റ് മെമ്മറിയാണ് ഇമോഷണൽ കണ്ടീഷനിങ്. അതായത് ഇതിന് ഏറ്റവും ഒരു ബെസ്റ്റ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങളെ ചെറുപ്പത്തിൽ പട്ടി കടിച്ചിട്ടുണ്ടെന്ന് വിചാരിച്ചോ. അപ്പോൾ നമുക്ക് ഈ പട്ടിയെ കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു പേടി വരും അല്ലേ. എത്ര കുറേ നാൾ കഴിഞ്ഞാലും ചിലപ്പോൾ നമ്മൾ ആ പട്ടിയെ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മൾ എന്താണ് ഒരു പേടി വരും. അത് നമ്മൾ അറിഞ്ഞുകൊണ്ട് ഓക്കെ ആ പട്ടി വരുന്നുണ്ട് പേടിച്ചേക്കാം എന്ന് വിചാരിച്ച് പേടിക്കുന്നതല്ല. അതെന്താണ്, നമ്മൾ ഇമോഷണലി കണ്ടീഷൻഡ് ആയതാണ്. അത് നമ്മൾ ചെറുപ്പത്തിൽ ആ പട്ടി നമ്മളെ കടിച്ചതുകൊണ്ട് നമ്മുടെ മനസ്സിൽ നമ്മളത് കണ്ടീഷൻഡ് ആയി. അപ്പോൾ ഇനി പട്ടിയെ കാണുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് നമ്മുടെ ഉള്ളിൽ ഒരു ഭയം വരുന്നതാണ്. അതെന്താണ്, അത് നമ്മൾ അറിഞ്ഞുകൊണ്ട് വരുന്നതല്ല. അതിനെയാണ് നമ്മൾ ഇമോഷണൽ കണ്ടീഷനിങ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇതും എന്ത് തന്നെയാണ്, ഇംപ്ലിസിറ്റ് മെമ്മറിയാണ്. അപ്പോൾ നമ്മൾ രണ്ട് തരം മെമ്മറി പറഞ്ഞു, ഷോർട്ട് ടേം മെമ്മറി, ലോങ് ടേം മെമ്മറി അല്ലേ. അപ്പോൾ ഷോർട്ട് ടേം മെമ്മറിയിൽ എന്തൊക്കെയാണ് പറഞ്ഞത്? ഷോർട്ട് ടേം മെമ്മറിയിൽ ഐഡറ്റിക് മെമ്മറി, അതൊരു ഫോട്ടോഗ്രാഫിക് മെമ്മറിയാണ്. പിന്നെ ലോങ് ടേം മെമ്മറി രണ്ട് തരം ഉണ്ടെന്ന് പറഞ്ഞു, എക്സ്പ്ലിസിറ്റും ഇംപ്ലിസിറ്റും. എക്സ്പ്ലിസിറ്റ് എന്ന് പറയുന്നത് കോൺഷ്യസ് ആയിട്ട് റീകോൾ ചെയ്യുന്നതാണ്. എക്സ്പ്ലിസിറ്റ് രണ്ട് തരമാണ്, എപ്പിസോഡിക്കും അതുപോലെ തന്നെ സെമാൻറ്റിക്കും. പിന്നെ നമ്മൾ ഇംപ്ലിസിറ്റ് പറഞ്ഞു, അൺകോൺഷ്യസ് ആയിട്ട് നമ്മൾ റീകോൾ ചെയ്യുന്നതാണ്. അതും രണ്ട് തരമാണ്, പ്രൊസീജറലും ഇമോഷണൽ കണ്ടീഷനിങ്ങും. ഓക്കെ, അടുത്തത് പ്രോ ആക്റ്റീവ് മെമ്മറിയും റിട്രോ ആക്റ്റീവ് മെമ്മറിയുമാണ്. ഓക്കെ, ഇത് ലോങ് ടേം മെമ്മറിയുടെ തന്നെ, ലോങ് ടേം മെമ്മറിയിലും ഷോർട്ട് ടേം മെമ്മറിയിലും നമുക്ക് പറയാൻ പറ്റുന്ന മെമ്മറിയാണിത്. ഓക്കെ, പ്രോ ആക്റ്റീവ് മെമ്മറി എന്ന് പറയുന്നത് ഓൾഡ് മെമ്മറീസ് പുതിയ മെമ്മറീസിനെ റീകോൾ ചെയ്യാൻ തടസ്സമായിട്ട് നിൽക്കുക. അതായത് ചില പഴയ ഓർമ്മകൾ നമ്മുടെ പുതിയ ഓർമ്മകൾ എന്ത് ചെയ്യുക, ഓർത്തെടുക്കുന്നതിൽ ഒരു തടസ്സമായിട്ട് നിൽക്കുകയാണെങ്കിൽ അതെന്താണ്, പ്രോ ആക്റ്റീവാണ്. അപ്പോൾ ഏതാണ് കൂടുതൽ ആക്റ്റീവായിട്ടുള്ളത്? ഓൾഡ് മെമ്മറി. ആ ഓൾഡ് മെമ്മറി പുതിയ മെമ്മറിയെ റീകോൾ ചെയ്യുന്നതിൽ തടസ്സമായിട്ട് നിൽക്കുകയാണ്. അതാണ് പ്രോ ആക്റ്റീവ് മെമ്മറി. ഓക്കെ, ഇനി റിട്രോ ആക്റ്റീവ് മെമ്മറി എന്ന് പറയുന്നത് പുതിയ ചില മെമ്മറികൾ പഴയ മെമ്മറികളെ ഓർത്തെടുക്കാൻ നമ്മളെ ഹിൻഡർ ചെയ്യുന്നു, അല്ലെങ്കിൽ തടസ്സമായിട്ട് നിൽക്കുന്നു. ഇവിടെ പുതിയ മെമ്മറിയാണ് കൂടുതൽ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഓർക്കുന്നത്. അത് ആ പഴയ മെമ്മറി എന്ത് ചെയ്യുകയാണ്, ഒരു തടസ്സമായിട്ട് നിൽക്കുകയാണ്. പുതിയ മെമ്മറി പഴയ മെമ്മറി ഓർത്തെടുക്കാൻ ഒരു തടസ്സമായാൽ അതെന്താണ്, റിട്രോ ആക്റ്റീവ് മെമ്മറിയാണ്. ഓക്കെ, ഇനി ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് ആണ്. അതായത് നമ്മൾ ഒരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ മറ്റൊരു കാര്യം പഠിക്കുന്നതിൽ അത് ചിലപ്പോൾ നമ്മളെ സഹായിക്കും, ചിലപ്പോൾ അതിന് തടസ്സമായിട്ട് വരും. അതിനെയാണ് നമ്മൾ ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 10 തരം ട്രാൻസ്ഫറുകളാണുള്ളത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. പോസിറ്റീവ് ട്രാൻസ്ഫർ, അതായത് ഞാൻ മുന്നേ പഠിച്ച ഒരു കാര്യം ഇനി പഠിക്കാൻ പോകുന്ന ഒരു കാര്യത്തിനെ ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ അത് പോസിറ്റീവ് ട്രാൻസ്ഫർ ആണ്. ഓക്കെ, അതായത് ഞാൻ മുന്നേ വയലിൻ പഠിച്ചിട്ടുണ്ട്, അപ്പോൾ എനിക്ക് ഗിറ്റാർ പഠിക്കുമ്പോൾ അത് കുറച്ചും കൂടെ എളുപ്പമായിട്ട് വരും. കാരണം ഞാൻ വയലിനിൽ കുറേ കാര്യങ്ങൾ, നോട്ട് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഗിറ്റാർ പഠിക്കുമ്പോൾ എനിക്ക് ഹെൽപ്ഫുൾ ആവും. അത് പോസിറ്റീവ് ട്രാൻസ്ഫർ ആണ്. ഇനി ചില സമയത്ത് ഇത് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരും. അതായത് മറ്റേത് അറിയാവുന്നതുകൊണ്ട് ഇത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരും ഇത് പഠിക്കാൻ അല്ലേ. ഇപ്പോൾ നമുക്ക് മലയാളം നമുക്ക് നന്നായിട്ട് സംസാരിക്കാൻ അറിയുന്നതുകൊണ്ടാണ് ഇംഗ്ലീഷ് നമുക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടാവുന്നത്. കാരണം എന്താണ്, മലയാളത്തിൻ്റെ കുറേ കാര്യങ്ങൾ കയറി വരും. അപ്പോൾ അത് ഇംഗ്ലീഷ് നമ്മളെ പഠിക്കാൻ ഹിൻഡർ ചെയ്യും. അതെന്താണ്, നെഗറ്റീവ് ട്രാൻസ്ഫർ ആണ്. ഇനി ചില സമയത്ത് പഴയ ലേണിംഗ് പുതിയ ലേണിങ്ങിനെ ഒരു രീതിയിലും ബാധിക്കില്ല. അതാണ് സീറോ ട്രാൻസ്ഫർ. ഓക്കെ, അതായത് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യില്ല, ബുദ്ധിമുട്ടിക്കുകയും ചെയ്യില്ല പഴയ ലേണിംഗ്. അപ്പോൾ അതിനെയാണ് സീറോ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് പ്രോ ആക്റ്റീവ് ട്രാൻസ്ഫർ ആണ്. പ്രയർ നോളേജ് ഇൻഫ്ലുവൻസിങ് ദ
ലേണിംഗ് ഓഫ് ന്യൂ ഇൻഫർമേഷൻ ഓർ സ്കിൽ ഇൻ ദി ഫ്യൂച്ചർ. അതായത് ഇനി നമ്മൾ ഒരു കാര്യം, ഇപ്പം ഞാനൊരു കാര്യം പഠിച്ചു, ഇനി എനിക്ക് ഫ്യൂച്ചറിൽ വേറൊരു കാര്യം പഠിക്കുമ്പോൾ അത് ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം നമ്മൾ പോസിറ്റീവ് ട്രാൻസ്ഫർ പോലെയാണ്. പോസിറ്റീവ് ട്രാൻസ്ഫർ സമയത്തിനെ പറ്റി പറയുന്നില്ല, ഇവിടെ സമയം വെച്ചിട്ടാണ് അത് പറയുന്നത്. അതായത് ഞാൻ ഇന്ന് പഠിച്ച ഒരു കാര്യം ഒരു 2 വർഷം കഴിയുമ്പോൾ പഠിക്കാൻ പോകുന്നൊരു കാര്യത്തിന് ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ അതെന്താണ്? പ്രോ ആക്റ്റീവ് ട്രാൻസ്ഫർ. അതായത് ഫ്യൂച്ചറിൽ, അതായത് ഒരു കാലയളവ് വെച്ചിട്ട് പറയുകയാണ്. ഓക്കെ. മറ്റേതെന്താണ്? ഇപ്പം ഞാൻ ഇന്നലെ എന്നുള്ളതൊന്നല്ല, ഒരു കാര്യം പഠിച്ചു, അത് വേറൊരു കാര്യത്തിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പോസിറ്റീവ് ട്രാൻസ്ഫർ ആണ്. ഞാൻ ഇന്ന് പഠിച്ചത് നാളെ എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പ്രോ ആക്റ്റീവ് ആണ്. അപ്പോൾ സമയം വെച്ച് പറയുമ്പോൾ അത് പ്രോ ആക്റ്റീവ് എന്ന് പറയും, അല്ലെങ്കിൽ അത് നോർമലി പോസിറ്റീവ് ട്രാൻസ്ഫർ എന്ന് പറയും. ഇനി റിട്രോ ആക്റ്റീവോ? ഞാൻ പഠിച്ച ഒരു കാര്യം എന്താണ്, പ്രീവിയസ്ലി ന്യൂലി അക്വയർഡ് ആയിട്ടുള്ള ഒരു നോളേജ് പഴയ ഒരു കാര്യം പഠിക്കുന്നത് എന്നെ റീകോൾ ചെയ്യാൻ ബുദ്ധിമുട്ടിക്കുക. അതായത് ഇപ്പം ഞാൻ ഇന്നൊരു കാര്യം പഠിച്ചു, ഇന്ന് ഈ പഠിച്ചത് കാരണം ഞാൻ കുറേ മുന്നേ പഠിച്ചൊരു സാധനം എനിക്ക് റീകോൾ ചെയ്യാൻ പറ്റുന്നില്ല. അതെന്താണ്? റിട്രോ ആക്റ്റീവ് ട്രാൻസ്ഫർ ആണ്. ഓക്കെ. ഇനി ഹൈ റോഡ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ഞാൻ കോൺഷ്യസ്ലി അപ്ലൈ ചെയ്യുകയാണ്. ഞാനൊരു പഠിച്ച ഒരു കാര്യം ഞാൻ കോൺഷ്യസ്ലി വേറൊരു കാര്യത്തിൽ അപ്ലൈ ചെയ്യുകയാണ്. ഇപ്പം ഞാൻ ഇന്ന് പഠിച്ചൊരു സാധനത്തിന് ഞാൻ ബോധപൂർവം വേറൊരു കാര്യത്തിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതാണ് ഹൈ റോഡ് ട്രാൻസ്ഫർ. ഇനി ലോ റോഡ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ഞാൻ പഠിച്ച ഒരു കാര്യം ഞാൻ അറിയാതെ പുതിയൊരു കാര്യം പഠിക്കുമ്പോൾ അപ്ലൈ ചെയ്ത് പോവുകയാണെങ്കിൽ അതെന്താണ്? ലോ റോഡ് ട്രാൻസ്ഫർ. ഞാനിത് അറിഞ്ഞുകൊണ്ടല്ല. ഓക്കെ. ഇനി നിയർ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ വെൻ ന്യൂ സിറ്റുവേഷൻ ഈസ് സിമിലർ ടു ദി ഓൾഡ് സിറ്റുവേഷൻ. അതായത് പുതിയ സിറ്റുവേഷൻ പഴയ സിറ്റുവേഷനോട് സിമിലർ ആണെങ്കിൽ നിയർ ട്രാൻസ്ഫർ. ഇനി പുതിയ സിറ്റുവേഷൻ, ഞാൻ ഇനി പഠിക്കാൻ പോകുന്ന കാര്യവും നേരത്തെ പഠിച്ച കാര്യവും തമ്മിൽ ഒരുപാട് അന്തരം ഉണ്ടെങ്കിൽ, വ്യത്യാസം ഉണ്ടെങ്കിൽ അതെന്താണ്? ഫാർ ട്രാൻസ്ഫർ ആണ്. ഓക്കെ. ഇനി ബൈലാറ്ററൽ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ഞാൻ വലത് കൈകൊണ്ട് ചെയ്യാൻ പരിശീലിച്ച ഒരു കാര്യം എനിക്ക് ഇടത് കൈകൊണ്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതെന്താണ്? ബൈലാറ്ററൽ ട്രാൻസ്ഫർ. ഓക്കെ. അപ്പോൾ ഒരു സൈഡിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം മറ്റേ സൈഡിലും കൂടെ എനിക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതെന്താണ്? ബൈലാറ്ററൽ ട്രാൻസ്ഫർ ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഓക്കെ. ഇനി നമുക്ക് ബാക്കി കുറച്ച് ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ്, അത് നമുക്ക് നെക്സ്റ്റ് സെഷനിൽ പറയാം. താങ്ക് യു. സ്റ്റേ ട്യൂൺഡ്.